സാറേ, ഇന്നിപ്പോ അവിടെ വന്നപ്പോ IPL ഫാൻ പാർക്കിൽ വന്ന വളരെ സന്തോഷകരമായ ഒരു വാർത്ത കേട്ടു. സാറ് റഷ്യക്ക് പോകുന്നു. എന്തിനാണ് സാർ റഷ്യയിലേക്ക് ഒരു യാത്ര? നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം സർവമത സമ്മേളനം അങ്ങ് റഷ്യയിൽ നടത്തുവാൻ ഞാൻ ചെന്നപ്പോൾ ബ്രിക്സിന്റെ സംഘാടകരുമായിട്ട് ഞാൻ സംസാരിക്കാൻ അവസരം ലഭിച്ചു. അപ്പൊ അവരാണ് എന്നെ ബ്രസീൽ നടക്കുന്ന ബ്രിക്സിന്റെ സമ്മേളനത്തിലേക്ക് ടയർ 2 സമ്മേളനം, ആദ്യം ടയർ 1 നടക്കും രാഷ്ട്ര തലവന്മാരുടെ, ടയർ 2 എന്ന് പറഞ്ഞാൽ പീപ്പിൾ ടു പീപ്പിൾ കോണ്ടാക്ട്. ആ പീപ്പിൾ ടു പീപ്പിൾ കോണ്ടാക്ടിന്റെ സമ്മേളനം നടക്കുമ്പോൾ എന്നെ അവിടെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു. ഞാൻ ആയുർവേദത്തെക്കുറിച്ചും ഭാരതത്തിന്റെ പ്രിവന്റീവ് മെഡിസിനിലുള്ള കഴിവിനെക്കുറിച്ചും ഞാനവിടെ പ്രസംഗിക്കുകയുണ്ടായി. അതിനുശേഷം ഞാൻ അവരെ കേരളത്തിലേക്ക് ക്ഷണിച്ചു. കാരണം ഈ വർഷം ബ്രിക്സിന്റെ സമ്മേളനം നടക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ടയർ 2 സമ്മേളനം നടത്തണം, കേരളത്തിൽ നടത്തണം, കുമരകത്തിൽ നടത്തണമെന്ന് ഞാൻ അവരെ ക്ഷണിച്ചു. അവര് അത് പൂർണ്ണ അർത്ഥത്തിൽ അല്ലെങ്കിലും അംഗീകരിച്ചു. അങ്ങനെയാണ് പ്രിവന്റീവ് മെഡിസിന്റെ ബ്രിക്സിന്റെ സമ്മേളനം 11 രാജ്യങ്ങൾ പങ്കെടുക്കുന്നതാണ്. അത് കുമരകത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചു. അതിന്റെ ചീഫ് ഓർഗനൈസിംഗ് ചെയർമാനായി അല്ലെങ്കിൽ കമ്മിറ്റിയുടെ ചെയർമാനായി എന്നെ തെരഞ്ഞെടുത്തു. അതിനുശേഷം റഷ്യയുടെ പാർലമെന്റിൽ ഡൂമയിൽ അവിടെ ഒരു സമ്മേളനം നടത്തുകയാണ്. അതിലേക്കാണ് എന്നെ ക്ഷണിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇന്ന് രാത്രി പോകുന്നത്. ഞാൻ ആക്ച്വലി ഇന്നലെ പോകേണ്ട ആളാണ്. വേറെ ഈ IPL നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നുവരെ വെയിറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇന്ന് ഏറ്റവും അവസാനത്തെ നിമിഷം പെട്ടെന്ന് ഫ്ലൈറ്റ് എടുത്ത് പോവുകയാണ്. അല്ലെങ്കിൽ നാളെ എത്താൻ പറ്റത്തില്ല. അവിടെ 3 ദിവസത്തെ പരിപാടിയാണ്. 3 ദിവസത്തെ പരിപാടി 24 ഞാൻ തിരിച്ചു വരും. 21 പാർലമെന്റിൽ പ്രസംഗിക്കുന്നത്. 21 ഡൂമയിൽ അവിടെ ഒരു കമ്മിറ്റി റൂമിൽ വെച്ച് ഉള്ള നാളെ വെളുപ്പിന്. ഇത് 11 മണിക്ക് തീരുമെന്ന് വിചാരിക്കുന്നു, 11:30 തീരുമെന്ന് വിചാരിക്കുന്നു. 12 മണിക്കെങ്കിലും പോയില്ല എന്റെ ഫ്ലൈറ്റ് പോകും. വളരെ സന്തോഷം. ഇത് IPL നടക്കുന്ന വളരെ സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ പ്രതീക്ഷകൾക്ക് ചെറുവെക്കുക ഞാൻ വിചാരിക്കുക. ഒരമ്മ എന്നോട് ഇലക്ഷൻ സമയത്ത് പറഞ്ഞൊരു മോട്ടിവേഷനാണ് സ്പോർട്സിന്റെ ഹബ് എന്ന രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കാൻ കാരണം. പിന്നെ നമ്മളിത് സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലം കിട്ടുവാണെങ്കിൽ നമുക്കൊരു സ്റ്റേഡിയം കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ്. ഞാൻ ഇലക്ഷന് ശേഷമാണ് പറയുന്നത്, ഇലക്ഷന് മുമ്പല്ല പറയുന്നത്, ഇലക്ഷന് ശേഷമാണ് പറയുന്നത്. വെറുതെ പറയുന്നതല്ല. ഞാൻ നടക്കുവാണെങ്കിൽ അടുത്ത 1 വർഷത്തിനുള്ളിൽ അത് ഞാൻ തുടങ്ങും. താങ്ക് യു.